ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് കോൺവെർസേഷനിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. എന്ത് പറയുന്നു? ഓക്കെ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒത്തിരി സംഭാഷണങ്ങൾ നടത്തും അല്ലേ, പല കോണ്ടെക്സ്റ്റുകളിൽ. അപ്പൊ ചില കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കേട്ടതിന് ശേഷം ഇതിൽ പ്രത്യേകമായിട്ടുള്ള കുറെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇത് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്ലാൻ ചെയ്യുന്ന ഭാഗമാണ് ഏറ്റവും ആദ്യത്തേത്. ഓക്കെ, ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ്. നമുക്കൊരു യാത്ര പോയാലോ? ഷാൽ വി ഗോ ഓൺ എ ട്രിപ്പ്? അതൊരു നല്ല ആശയമാണല്ലോ. എവിടേക്ക് പോകാനാ ഇഷ്ടം? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. വേർ വുഡ് യു ലൈക്ക് ടു ഗോ? ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകാം. ഷാൽ വി ഗോ ടു ഊട്ടി ഓർ കൊടൈക്കനാൽ? ഊട്ടി ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. കൊടൈക്കനാൽ കൂടുതൽ ശാന്തമായിരിക്കും. ഊട്ടി ഈസ് വെരി ക്രൗഡഡ് പ്ലേസ്. കൊടൈക്കനാൽ വുഡ് ബി മോർ പീസ്ഫുൾ. ശരി, എന്നാൽ കൊടൈക്കനാലിലേക്ക് പോകാം. ഓക്കെ, then let's go to കൊടൈക്കനാൽ. എപ്പോൾ പോകാൻ പറ്റും? When can we go? അടുത്ത മാസം അവസാനം നോക്കിയാലോ? How about the end of next month? നന്നായിരിക്കും, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. That would be good. I'll book the tickets. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, അതായത് വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുമല്ലോ, അപ്പൊ വീട്ടിലേക്ക് വാങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത കോൺവെർസേഷനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, എന്തൊക്കെ വീട്ടിലേക്ക് വാങ്ങണം? വാട്ട് ഓൾ ഡു വി നീഡ് ടു ബൈ ഫോർ ദ ഹൗസ്? അരിയും പഞ്ചസാരയും കുറച്ച് പച്ചക്കറികളും വാങ്ങണം. നീഡ് ടു ബൈ റൈസ്, ഷുഗർ ആൻഡ് സം വെജിറ്റബിൾസ്. ഫ്രിഡ്ജിൽ പാലുണ്ടോ? ഈസ് ദർ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്? ഇല്ല, പാലും തീർന്നു. നോ, മിൽക്ക് ഈസ് ഓവർ. ഞാൻ പോകാം, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? ഐ ക്യാൻ ഗോ. ഡു യു നീഡ് എനിത്തിങ് എൽസ്? ഇപ്പോൾ ഓർക്കുന്നില്ല, ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പറയാം. ക്യാൻ റിമെമ്പർ നൗ. ഐ ടെൽ യു വെൻ ഐ മേക്ക് ദ ലിസ്റ്റ്. ശരി, എന്നാൽ ഞാൻ വൈകിട്ട് പോകാം. ഓക്കെ, then I'll go in the evening. വലിയ ഉപകാരം, ബിഗ് ഹെൽപ്പ്. ഓക്കെ, അടുത്ത കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ കുട്ടിയുടെ പഠനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, മോൻ പഠിക്കുന്നുണ്ടോ? ഈസ് അവർ സൺ സ്റ്റഡിയിങ്? അവൻ കളിക്കുകയാണ്, പക്ഷേ പരീക്ഷ അടുത്തെത്തിയല്ലോ. ഈസ് പ്ലേയിങ്, ദി എക്സാം ഈസ് ക്ലോസ്, isn't it? ഞാൻ പോയി സംസാരിക്കാം, അവനോട് കളി കഴിഞ്ഞ് പഠിക്കാൻ പറയണം. I'll go and talk to him. I need to tell him to study after playing. അവൻ ഇന്ന് കണക്കിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. He had some doubts in maths today. ഓ, ഞാൻ സഹായിക്കാം, നീ അവനോട് പുസ്തകം എടുക്കാൻ പറയ്. Oh, I'll help. Now tell him to get his book. ശരി, ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, I'll tell him now. അവന്റെ പഠനത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. We need to pay more attention to his studies. തീർച്ചയായും നാളെ മുതൽ ഒരു പഠന ടൈം ടേബിൾ ഉണ്ടാക്കാം. Certainly, let's make a timetable from tomorrow. അടുത്ത സംഭാഷണം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ അതിഥികളെ കാത്തിരിക്കുമ്പോഴേക്കും, അതിഥികൾ വരുമ്പോഴേക്കും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ്. വിരുന്നുകാർ എപ്പോഴാണ് വരുന്നത്? When are the guests coming? അവർ വൈകിട്ട് 4 മണിയോടെ എത്തുമെന്നാണ് പറഞ്ഞത്. They said they'd arrive around 4 p.m. അപ്പോൾ ഞാൻ ചായയും പലഹാരങ്ങളും തയ്യാറാക്കാം. Then I'll prepare tea and snacks. അവർക്ക് അത്താഴത്തിന് എന്തുണ്ടാക്കണം? What should we make for dinner? അവരെത്തിയിട്ട് ചോദിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. Let's ask them
after they arrive. Isn't it better to make food they like? അതൊരു നല്ല ആശയമാണ്. വീട് വൃത്തിയാക്കാൻ ഞാനും സഹായിക്കാം. That's a good idea. I can help with cleaning the house. ഒരുപാട് ഉപകാരമായിരിക്കും. നന്ദി. That would be very helpful. Thanks. അടുത്തത് വാരാന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീക്കെൻഡിനെ കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളത്. ഈ വാരാന്ത്യം നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ക്യാൻ വി ഡു ദിസ് വീക്കെൻഡ്? ഒരു സിനിമയ്ക്ക് പോയാലോ? അതോ വീട്ടിലിരുന്ന് വിശ്രമിക്കാമോ? ഷാൽ വി ഗോ ഫോർ എ മൂവി ഓർ ജസ്റ്റ് റിലാക്സ് അറ്റ് ഹോം? വീട്ടിലിരിക്കുന്നത് മടുത്തു. പുറത്തെവിടെയെങ്കിലും പോയാൽ നന്നായിരിക്കും. ഐ എം ടയർഡ് ഓഫ് സ്റ്റേയിങ് ഹോം. ഇറ്റ് വുഡ് ബി നൈസ് ടു ഗോ ഔട്ട് സംവെയർ. അപ്പോൾ അടുത്തുള്ള ബീച്ചിൽ പോകാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വരാം. Okay, then shall we go to the nearby beach or go to the temple and come back? അമ്പലത്തിൽ പോകാം, കുറച്ചു കാലമായി പോയിട്ട്. Let's go to the temple. It has been a while since we went. ശരി, നാളെ രാവിലെ പോകാം. Okay, let's go tomorrow morning. അത് നന്നായിരിക്കും. That would be great. അപ്പൊ ഈ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പല പല സമയത്ത് സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഈ സംഭാഷണങ്ങൾ നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കണമെന്നില്ല. നമ്മൾ ആരെങ്കിലുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇതിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ എക്സ്പ്രഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പല പല രീതിയിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. മലയാളമൊക്കെ നമ്മൾ പഠിച്ചത് അതുപോലെയല്ലേ. അപ്പൊ സംസാരിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ പറയണമെന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്കറിയാം, നമ്മളാണ് അതിന് തീരുമാനം എടുക്കുന്നത്. നമ്മുടെ സംഭാഷണം ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണം, എങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് ഇതെല്ലാം, ഈ സംഭാഷണങ്ങൾ. അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ച് പഠിക്കുമ്പോഴേക്കുമാണ് അതിന് കൂടുതൽ അർത്ഥങ്ങൾ കൈവരുന്നത്. അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് വിട്ട് കളയാതെ ഈച്ച് ആൻഡ് എവറി വേർഡ്, ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിന് സഹായിക്കുന്ന രീതിയിൽ ആക്കി തീർക്കണം അല്ലെ. ഈ മഴയും സൂര്യപ്രകാശവും എല്ലാം ഭൂമിയിലേക്ക് പതിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്കത് ഉപകാരമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അതെല്ലാം വെറുതെ വന്നു പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട കോൺവെർസേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.